ഹലോ എവരിവൺ. CA ഫൗണ്ടേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. കാരണം എക്സാമിന് ഇനി ആകെ കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് ലോ പഠിക്കാനുണ്ട്, അക്കൗണ്ട്സ് പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്, എക്കണോമിക്സ് പഠിക്കാനുണ്ട്. അതിൽ ലോയിലും അതേപോലെ അക്കൗണ്ട്സിലും എക്കണോമിക്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ ഇത്തവണ പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. കാരണം കഴിഞ്ഞ തവണ പഠിച്ചതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ പുതിയ തവണ വന്നിട്ടുണ്ട്. മാത്സിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം എടുക്കാനാവുന്ന സമയത്ത്, മാത്സ് എന്നുള്ള പേപ്പർ എടുക്കുന്ന സമയത്തും ഇതെല്ലാം കൂടെ ഞങ്ങൾ പഠിച്ചാൽ തീരുമോ, ഇതെല്ലാം റിവൈസ് ചെയ്യാൻ പറ്റുമോ, പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഓർമ്മ ഉണ്ടാവുമോ, കോൺസെപ്റ്റ്സ് ഓർമ്മ ഉണ്ടാവുമോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ ആയിരിക്കും, ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇതെങ്ങനെ ചെയ്യും, ഇത്തരം ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരം കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ ചെയ്ത പോലെ തന്നെ ഒരു മാരത്തോൺ സെഷനായിട്ട് വീണ്ടും സൈലം വരികയാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ സൈലം ഇസ് കമ്മിങ് ബാക്ക് വിത്ത് ദ മാരത്തോൺ സീരീസ്. അപ്പോൾ അതിൽ അക്കൗണ്ട്സിൻ്റെ ക്ലാസ് ഷബാസ് സർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്സിൻ്റെ സെഷൻസ് നമ്മൾ 13, 14, 15 3 ദിവസം കൊണ്ട് ഫുൾ സബ്ജക്റ്റ് കവറേജ്. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത സമയത്ത് വി ഹാഡ് ടു സ്കിപ്പ് സം ടോപ്പിക്സ്. പക്ഷേ ഇത്തവണ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 3 ഫുൾ ഡേ സെഷനായിട്ട് വരും. 13-ാം തീയതി തുടങ്ങി 13, 14, 15 3 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ തുടങ്ങും. റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡിസസ്, ലോഗരിതം നിന്ന് തുടങ്ങി ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ വരെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇൻ ഡെപ്ത് കവറേജ് എന്നാണ് പറയുന്നത്. 100% സിലബസ് കവറേജ്. 3 ദിവസം കൊണ്ട് 100% സിലബസ് കവറേജ് ഉണ്ട്. അതിൽ കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇക്വേഷൻസിലൂടെ നമ്മൾ പോകും, അതിലെ കീ നോട്ട്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അറ്റ് ദ സെയിം ടൈം കോൺസെപ്റ്റ്സ് പറയുന്നതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുന്നുണ്ട്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു 3 ദിവസം നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നിച്ചിരുന്നിട്ട് നമുക്ക് എല്ലാം റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഇൻവൈറ്റ് ചെയ്ത് സെഷനിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം നല്ലൊരു കോൺഫിഡൻസോട് കൂടെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സെഷൻ യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിനോട് ദർ ഇസ് നോ കോസ്റ്റ് ഇൻവോൾവ്. 100% ഫ്രീ ആണ്. ജസ്റ്റ് നമ്മൾ ഒന്നിച്ച് ഇരുന്ന് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എക്സാമിന് ഇനി ആകെ കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. ഡെയിലി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം, ഏതൊക്കെ സമയത്തിരുന്ന് പഠിക്കണം എന്നൊരു ഡെയിലി പ്ലാനോട് കൂടെ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ്ങിൽ നിങ്ങൾ 3 ദിവസം പേപ്പർ 3ക്ക് വേണ്ടി മാറ്റി വെക്കാം. സോ നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് വർക്ക് ചെയ്യാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ടുഗെദർ.